സിജു, നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലീഗ് MLA പോലും പറയുന്നത് കർണാടക സർക്കാരിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ശരിയല്ല എന്ന അർത്ഥത്തിൽ. കാരണം വളരെ ഫിറ്റ്നസ് കുറഞ്ഞ ബസ്സുകളാണ് ഇവിടെ ഓടുന്നത്. അത്തരത്തിലൊരു യന്ത്രത്തകരാർ തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. അങ്ങനെയുള്ള വിമർശങ്ങൾ, ഒപ്പം അപകടത്തിൻ്റെ വിവരങ്ങളും. അജിൻഷാദ്, ഈ അപകടം നടന്ന സ്ഥലത്താണുള്ളത്. കർണാടക കേരള അതിർത്തിയായ തലപ്പാടിയിലാണ് അപകടം നടന്നത്. അപകടമുണ്ടാക്കിയ ബസ് എനിക്ക് പിന്നിൽ കാണാം. കർണാടക RTCയുടെ ബസ്സാണ്. പ്രധാനമായും വലിയ ആരോപണം ഉയരുന്നത് ഈ ബസ് കാലപ്പഴക്കം ചെന്നതാണ്, അതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രധാനമായും എല്ലാവരും പറയുന്നത്. നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം. അതിൻ്റെ ടയർ പൂർണ്ണമായും തേഞ്ഞ് തീർന്ന നിലയിലാണ് അതിൻ്റെ ടയറുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ മഴക്കാലത്ത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, ടയർ തേഞ്ഞ് തീർന്ന നിലയിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് നിയന്ത്രണം വിടുന്നതിന് ഉള്ള സാധ്യതകൾ വളരെയധികമുണ്ട്. ഈ ബസ് അപകടത്തിൽപ്പെട്ട CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പൂർണ്ണമായും ബസ് നിയന്ത്രണം വിട്ട ശേഷമാണ് മറ്റുള്ളവരുടെ ഈ ബസ് കാത്തിരിക്കുകയായിരുന്ന ആളുകളുടെ ദേഹത്തേക്കും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയിലേക്കും എല്ലാം തന്നെ ഇടിച്ചു കയറിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അപകടത്തിൽ ആദ്യം ആ ബസ് ഇടിച്ച് തകർന്ന ഓട്ടോറിക്ഷയാണ്. ഈ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വന്ന ബസ് നേരെ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ഈ ബസ് ആദ്യം ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് കയറിയതിന് ശേഷം ബസ് പൂർണ്ണമായും ഈ റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കറങ്ങി തിരിഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് പിന്നോട്ട് പോകുന്ന ഭാഗമാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ അപകടമുണ്ടാക്കിക്കൊണ്ട് അമിത വേഗത്തിലാണ് ഈ വാഹനം വന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഓട്ടോറിക്ഷയിൽ ഇടിച്ച ഉടൻ ഈ വാഹനം അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയും പിന്നീട് പുറകിലേക്ക്, ചെറിയൊരു കയറ്റം പോലെയുള്ള സ്ഥലമാണ്, പുറകിലേക്ക് വാഹനം പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്നതിനിടയിൽ മറ്റൊരു ഓട്ടോറിക്ഷയിലേക്ക് ഇടിക്കുകയും അവിടെ റോഡരികിൽ നിൽക്കുകയായിരുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് കൂടി ഈ വാഹനം കയറിയ ശേഷം ഈ റോഡിന് പുറത്തേക്ക് പോവുകയായിരുന്നു. വലിയ അപകടമാണ് ഉണ്ടായത്. ബസ്സിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ചാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാലപ്പഴക്കമുള്ള ബസ്, അതിൻ്റെ ടയർ പോലും തേഞ്ഞ് തീർന്ന നിലയിലാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് എന്നെ നില്ലിക്കുന്ന MLA സ്ഥലത്തെത്തി സംസാരിച്ചിരുന്നു. പൂർണ്ണമായും കർണാടക RTC അധികൃതരുടെ അനാസ്ഥ, കർണാടക സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എന്നെ നില്ലിക്കുന്ന MLA ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത്. വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നമുക്ക് കാണാം വാഹനം വന്നത് കാസർഗോഡ് ഭാഗത്ത് നിന്ന്. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായും ക്യാമറമാൻ ഷൈജു പിലാത്ര അതിപ്പോൾ തരും. കാസർഗോഡ് ഭാഗത്ത് നിന്നാണ് വാഹനം വന്നിരുന്നു. ഈ ഭാഗത്ത് നിന്ന് വന്ന വാഹനം കൃത്യമായും ഈ കർണാടക ഭാഗത്തേക്ക് പോകുമ്പോൾ മറ്റൊരു വാഹനത്തെ മറികടന്നാണ് ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഇങ്ങോട്ട് സഞ്ചരിച്ചിരുന്ന ബസ് പൂർണ്ണമായും റോഡിൽ നിന്ന് ഒരു തവണ വട്ടം കറങ്ങിയ ശേഷം പിന്നീട് പിന്നോട്ടേക്ക് പോവുകയായിരുന്നു. പോകുന്നതിനിടയിൽ മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇടിച്ചു കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടിച്ചു കയറിയ ശേഷം റോഡിന് താഴത്തേക്ക് പോവുകയായിരുന്നു. വലിയ രീതിയിൽ വാഹനത്തിന് വേഗതയുണ്ടായിരുന്നു, അമിത വേഗതയുണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 6 പേരെയും അപ്പോൾ തന്നെ നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക്, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അവസാന ഭാഗമാണ് കാണുന്നത്, പിന്നിലേക്ക് വരുന്നത്. അതിനു മുമ്പ് മുന്നിലേക്ക് പോയി അപകടത്തിൽപ്പെടുത്തിയതിന് ശേഷമാണ് അത് പിന്നിലേക്ക് വീണ്ടും പോകുന്നത്. അത്രയേറെ അതിപ്പോ യന്ത്രത്തകരാർ തന്നെയാണ് സൂചിപ്പിക്കാം, അല്ലേ സുജു കണ്ണൻ? അപകടമുണ്ടാക്കിയ ശേഷം ബസ് പിന്നിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. ആദ്യം കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്നു, മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ വാഹനം പ്രധാന പാതയിലേക്ക് NH-ലേക്ക് കടക്കുന്നു. NH-ലേക്ക് കടക്കുമ്പോൾ അമിത വേഗത്തിലായിരുന്നതിനാൽ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നു. അതിനുശേഷം വാഹനം റോഡിൽ നിന്ന് കറങ്ങുകയാണ്. അതിനുശേഷം പിന്നിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം അപകടമുണ്ടാക്കിയ ശേഷം ഈ ബസ് പിന്നിലേക്ക് പോയി റോഡിൻ്റെ മറുവശത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് CCTV ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. സ്വാഭാവികമായും
ആ ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സർവീസ് റോഡിൽ കൂടി വന്ന വാഹനം ദേശീയപാതയിലേക്ക് കിടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആദ്യം ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നു. ഈ റോഡരികിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്നു. അതിനുശേഷം ഒന്ന് വട്ടം കറങ്ങിയ ശേഷം പിന്നീട് നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് പോകുന്നതിനിടയിൽ മറ്റൊരാളെ കൂടി ഇടിച്ചു വീഴ്ത്തിയ ശേഷം റോഡിന് വശത്തേക്ക് വാഹനം പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കുണ്ട് അല്ലേ? അവരുടെ നിലയൊക്കെ അറിയാനാകുന്നുണ്ടോ സുജു കണ്ണൻ ഇപ്പോൾ? അജിംഷാദ്, 6 പേരാണ് ഈ അപകടത്തിൽ പെട്ടത്. അതിൽ 3 സ്ത്രീകളുണ്ട്, ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട്, ഓട്ടോറിക്ഷയുടെ ഡ്രൈവറുണ്ട്. ഇങ്ങനെ 6 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അവരെയാണ് മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലേക്കും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കുമായി മാറ്റിയത്. അതിൽ 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഈ 5 പേർ മരിച്ചുവെന്ന് ഔദ്യോഗികമായി ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായി ഒരു വിവരം ലഭ്യമായിട്ടില്ല. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. 2 പേർ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. മറ്റ് 4 പേരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അപകടവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തുകയാണ്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയാണ്, ജനപ്രതിനിധികൾ സ്ഥലത്തെത്തുകയാണ്. അല്പസമയം മുമ്പ് എന്നെ നെല്ലിക്കുന്ന MLA, കാസർഗോഡ് MLA സ്ഥലത്തെത്തിയിരുന്നു. എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞത് വളരെ ഗുരുതരമായ വീഴ്ച ഈ കർണാടക RTC അധികൃതരുടെ ഭാഗത്തു നിന്നും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ അപകടത്തിൻ്റെ ഉത്തരവാദി അവരാണെന്നാണ്. കാരണം വലിയ കാലപ്പഴക്കമുള്ള ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൻ്റെ ടയർ പോലും പൂർണ്ണമായും തേഞ്ഞുപോയ നിലയിലായിരുന്നു. അതിൻ്റെ പിൻചക്രങ്ങൾ നമ്മൾ നോക്കിയതാണ്, നേരത്തെ ദൃശ്യമാണ്. പൂർണ്ണമായും തേഞ്ഞുപോയ നിലയിലുള്ള ഒരു ബസ്സാണ് ഈ റൂട്ടിൽ കൂടി ഓടിച്ചിരുന്നത്. വലിയ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ സംഭവം കണ്ട നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ ബസ്സിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് പ്രധാന പ്രശ്നമായി ഇവർ സൂചിപ്പിക്കുന്നത്.